ഇതിന് ഒരു പ്രോത്സാഹനം നൽകിക്കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം വരുത്താൻ സംസ്ഥാനത്ത് നമുക്ക് കഴിയും. ഈ ഒരു മാനവശേഷിയെ, അതായത് ഇത്രയും വലിയ മാനവശേഷിയെ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഒരാശയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും കിലിയുടെ ഒരു ഏറ്റെടുക്കൽ ഒരു നല്ല ആശയമാണ്. ഈ ഒരു ആശയം കൂടെ മനസ്സിൽ വെച്ച് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന ആശയം, ഇന്ന് ഇവിടെ ഗ്രീൻ പ്രോട്ടോക്കോളാണ്. ഈവൻ പേന പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പേന, പേപ്പർ പേനയ്ക്ക് 8 രൂപ, അതുകൊണ്ട് അതുപോലും കൊടുക്കണ്ട എന്നുള്ള ഒരു നയമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. തിരയും അതേപോലെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ കേരളത്തെ ഒരു പുതിയ ആശയം, കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ സാമ്പത്തിക ഒരു സ്രോതസ്സാണ് ഇവിടെ. അതായത് മെട്രോ റെയിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് അങ്ങേയറ്റം വരുന്ന ഒരു ജില്ലയാണ് കേന്ദ്രത്തിൻ്റെ കേന്ദ്രീകൃത ജില്ലയാണ് എറണാകുളം. അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരും അതിൽ പ്രവർത്തിക്കണം എന്ന ഒരു ആശംസ, ഇതിന് നല്ല ഒരു ആട്ടം കൂട്ടാൻ നമുക്ക് സാധിക്കുമാറാണെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഇതിയുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നായിരുന്നു. മറ്റൊന്നാണ് ഹരിത കേരളം മിഷൻ. ഈ ഹരിത കേരള മിഷൻ 2014 ഹരിത കേരള മിഷൻ നിലവിൽ വന്നു. 2016 മുതൽ പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതുവരെ ഇല്ലാതിരുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായി വന്നു. നമുക്കിതൊക്കെ എപ്പോഴാണ് ഉണ്ടായതെന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തലെന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. 2016 മുമ്പ് കേരളത്തിൽ ഹരിതകർമ്മസേന എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഹരിത കേരള മിഷൻ വരുന്നതിന് മുമ്പ് ഹരിതകർമ്മസേന എന്ന പേരിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായി കേരളത്തിൽ അങ്ങോളം നോക്കിയാൽ അപൂർവമായി ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയ്ക്ക് സമാനമായ ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ ഇത്ര വിപുലമൊന്നും ആയിരുന്നില്ല. അത് തന്നെ നമുക്കൊരു കൈവിരലിൽ എണ്ണിയെടുക്കാവുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിത കേരള മിഷൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുടുംബശ്രീയുടെ എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. പിന്നെ എന്തായാലും ചെയ്യേണ്ടത്? ഒഴുകി തിന്നാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഈ സാധനം. എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് വരുന്നുണ്ടല്ലോ. എന്തായാലും അന്ന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. നമുക്ക് പ്ലാസ്റ്റിക്കിന് എന്താണ് ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞെടുക്കാൻ. നിങ്ങൾ സംസ്കരിക്കണം, എങ്ങനെ സംസ്കരിക്കും? ഹരിതകർമ്മസേന വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിൽ കുറെ കൂടി ചെറിയ സംവിധാനങ്ങൾ വാർഡുതലത്തിലും മറ്റുമൊക്കെ കൊണ്ടുവരേണ്ടത് ആവശ്യ പേരിൽ ചെറിയ ചെറിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. നഗരസഭകളിലൊക്കെ നമ്മുടെ കണ്ടെയ്നറുകൾ തന്നെ ആയിട്ടും
വേസ്റ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഈ അല്ലെങ്കിൽ MC വളർത്തുകളിൽ നിന്നൊക്കെ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അധിക പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ക്ലീൻ കേരള കമ്പനി എന്ന കമ്പനിയെ ചുമതലപ്പെടുത്തി. ക്ലീൻ കേരള കമ്പനി യഥാർത്ഥത്തിൽ അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ക്ലീൻ കേരള കമ്പനി അതിന് മുമ്പ് ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ക്ലീൻ കേരള കമ്പനി